نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والكفر والنظير. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. واعبد ربك حتى يأتيك اليقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ 3 മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് 3 മക്കൾക്കും ഓരോ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. എന്നിട്ട് ആ പിതാവ് പറഞ്ഞു, മക്കളെ, ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്നത് മറ്റാരും കാണാൻ പാടില്ല. അപ്പോൾ മൂത്ത കുട്ടി കട്ടിലിനടിയിൽ പോയി കഴിച്ചു, രണ്ടാമത്തെ കുട്ടി കബോർഡിനുള്ളിൽ കയറി കഴിച്ചു, മൂന്നാമത്തെ ഇളയ കുട്ടി മാത്രം ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ പിതാവ് ചോദിച്ചു, എന്താ മോനെ നീ കഴിക്കാതിരുന്നത്? ആ ചെറിയ കുട്ടി വാപ്പയോട് പറഞ്ഞു, വാപ്പ, എങ്ങനെയാണ് ആരും കാണാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക? ആര് കണ്ടിട്ടില്ലെങ്കിലും പടച്ച റബ്ബ് എന്നെ കാണുകയില്ലേ എന്നാ ചെറിയ കുട്ടി ചോദിച്ചപ്പോൾ വാപ്പ അറിയാതെ കരഞ്ഞുപോയി എന്നുള്ളതാണ്. ആ ഒരു ചെറിയ കുട്ടിക്കുണ്ടായ ഈമാനാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉടനീളം നമുക്ക് വേണ്ടത്. ആര് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ചെയ്തികൾ വിലയിരുത്താൻ, അത് രേഖപ്പെടുത്താൻ, അത് അറിയുന്നവനായി കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും ഹൃദയാന്തരങ്ങളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവരാണ് അല്ലാഹു എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 2 ആഴ്ച മുമ്പുള്ള വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഒരു സന്തോഷം പങ്കിടുന്ന നിമിഷത്തിലായിരുന്നല്ലോ. 29 നോമ്പ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നോൽക്കാനും, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്കറിയാം, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് അല്ലാഹുവിനെ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ കാണാൻ കഴിയുന്ന സന്തോഷമാണ്. മറ്റൊന്ന് ഇൻദ ഫിത്ർ, നമുക്കറിയാം നോമ്പ് മുറിക്കുമ്പോൾ ഉള്ള ഫിത്ർ സന്തോഷം. 29 നോമ്പ് മുറിച്ചതിന്റെ സന്തോഷം പങ്കിടലാണല്ലോ. അത് നോറ്റ് വീട്ടിയതിന്റെ ആഹ്ലാദ പ്രകടനമാണല്ലോ യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്ർ എന്ന് പറയുന്നത്.
അതും നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതാ 2 ആഴ്ച നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും വലിയൊരു അവസരമായിരുന്നു നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. മഹാനായ ഇമാം അബ്ദുൽ ഉസ്സ റഹിമഹുല്ലാഹ് റമളാനിനെ കുറിച്ച് പറയുന്നിടത്ത്, ഒരു ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മരിച്ചുപോയ ആളുകളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ, മരിച്ചുപോയവർ ഒരിക്കലും കേൾക്കില്ല, ഇനി കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറയുക എന്താണ്? ലൗ അദ്റക്നാ റമളാൻ, ലൗ അദ്റക്നാ റമളാൻ, ഞങ്ങൾക്കൊരു റമളാൻ കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരു റമളാൻ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുക എന്നാണ് മഹാനായ ഇമാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എത്ര വലിയ അവസരമാണ് നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ തഖ്വക്ക് വേണ്ടി, ഖുർആന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി നമുക്ക് നൽകിയിരുന്ന ആ അവസരത്തെ യഥാവിധി ഉപയോഗിക്കാൻ, അതിന് ആ രീതിയിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ റമളാനിന് ശേഷവും എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവസരങ്ങൾ എപ്പോഴും വന്നു കിട്ടണമെന്നില്ല. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാഹ് റമളാനിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, റമളാനിൽ 2 അവസരങ്ങളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ആളുകൾ 2 രീതിയിലാണ് റമളാനിനെ കാണുക. ഒന്നെന്താണ്, ചില ആളുകൾ, ഭൂരിഭാഗം ആളുകളും റമളാനിലാണ് നന്നാവും, റമളാനിൽ നന്നാവുന്നവർ, റമളാനിൽ പള്ളിയിൽ കയറുന്നവർ, റമളാനിൽ ജമാഅത്തിന് വരുന്നവർ, റമളാനിൽ തറാവീന് വരുന്നവർ, അങ്ങനെയുള്ള ചില ആളുകൾ, റമളാനിൽ രാത്രി നിസ്കാരം നിസ്കരിക്കുന്നവർ, റമളാനിൽ ഒരു പുതിയ തഖ്വ, സീസണൽ ഭക്തിയുടെ ആളുകൾ. രണ്ടാമത്തെ വിഭാഗമാരാണ്, റമളാനോട് കൂടി ജീവിതത്തിൽ നന്നാവുന്നവരാണവർ. ഒരു റമളാൻ തന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ റമളാനിന് ശേഷം അവന് പറയാൻ സാധിക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ പുതുതായി എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു, ഇത്ര ഹറാമുകൾ ഈ റമളാനോട് കൂടി ഉപേക്ഷിക്കാൻ, പടച്ച റബ്ബിന് വേണ്ടി ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചു എന്നവന് പറയാൻ സാധിക്കും. അവർക്കാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ്, ആ ഇദ്ദത്ത്, ആ നോമ്പിന്റെ ആ കാലം അങ്ങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലണം, തക്ബീർ ധ്വനികൾ നിങ്ങൾ മുഴക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഹദാകും അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ, വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഹിദായത്തിന്റെ പരിപൂർണമായ, തഖ്വയുടെ പരിപൂർണമായ എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ, എന്റെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റമളാനിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അത് തുടർത്തിക്കൊണ്ടുപോകാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം, സ്വയം വിലയിരുത്തണം. എല്ലാ ആളുകൾക്കും ഹറാമുകളിൽ ജീവിക്കാൻ, ഹറാമിന്റെ കുറ്റബോധത്തേറി ജീവിക്കാൻ നമ്മൾക്ക് ആർക്കും താല്പര്യമില്ല എന്നതൊരു സത്യമാണ്. ഏതൊരു വ്യക്തിക്കും അങ്ങനെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ തഖ്വ കൊണ്ടു നടക്കാൻ, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, ഏറെക്കുറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. എന്താണ് ആ കാര്യം? മരണം. നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു മയ്യത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ നന്മയിൽ കൊണ്ടു നടക്കാൻ അത് തന്നെ നമുക്ക് ധാരാളമാണ്. ലോകത്തെല്ലാം നേടിയവനും ലോകത്തൊന്നും നേടിയിട്ടില്ലാത്തവനും അവസാനമായി ബാക്കിയുണ്ടാവുക 6 അടി മണ്ണ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ദൈവികമായ ആ ഒരു ഈമാൻ, ആ ഒരു ചൈതന്യം മറ്റൊന്നിനും കൊണ്ടുതരാൻ കഴിയുകയില്ല.
എത്ര വലിയ സാരോപദേശമാണ്, എത്ര വലിയ വഴമാണ് ഒരു മയ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇന്നലെ വരെ നമ്മുടെ കൂടെ നന്മക്കുണ്ടായിരുന്നവർ, തിന്മക്കുണ്ടായിരുന്നവർ, സംസാരിച്ചവർ, തെറ്റിപ്പിണങ്ങിയവർ, ചിരിച്ചു കളിച്ചു നടന്നവർ, അവർ ഇന്ന് ദിവസമാകുമ്പോൾ, നേരം പുലരുമ്പോൾ അവരുടെ ചേതനയറ്റ, ശരീരമറ്റ, മനസ്സ് അല്ലെങ്കിൽ റൂഹ് വേർപിരിഞ്ഞ ആ മയ്യത്താണ് നമ്മൾ കാണുന്നത്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ മയ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ മയ്യത്ത് സംസാരിക്കുന്നില്ലെങ്കിലും ചില ചോദ്യങ്ങൾ ആ മയ്യത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ മയ്യത്തിനെ കാണുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. ആ മയ്യത്തിന്റെ മുഖം നാം ചെയ്ത പാപങ്ങളെക്കുറിച്ച് നമുക്കൊരു ഓർമ്മ തരും, ഓർമ്മ പുതുക്കൽ. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തണം, ജീവിതത്തിൽ മാറാൻ സമയമായിട്ടുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ അലയടിക്കും. ജീവിതത്തിൽ മാറണമെന്ന് നമ്മൾ ഉറപ്പിക്കും. ആ മയ്യത്ത് പറയാതെ നമ്മളോട് പറയും, ജീവിതത്തിൽ മാറിക്കോളൂ, ഒരു ദിവസം നീയും ഇങ്ങനെ കിടക്കേണ്ടതാണ്. പക്ഷേ ഇതിനൊക്കെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം? മയ്യത്ത് കവറിലേക്കാണ്ട് വെച്ച് ആ മണ്ണാട്ടിടുന്നതോടുകൂടി നമ്മുടെ ചിന്തകൾക്കും വിരാമം വരും. പിന്നെ നമ്മൾ ശീലിച്ചു പോകുന്ന ആ തിന്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇടക്കൊക്കെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണമെത്തുന്നത് വരെ, റമളാനിൽ മാത്രമെന്നല്ല, 1-ാം തീയതി മുതലെന്നല്ല, അടുത്ത ആഴ്ച മുതലെന്നല്ല, അടുത്ത ന്യൂ ഇയർ മുതലെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മരണമെത്തുന്നത് വരെ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളൂ. അതുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞത്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒരു നന്മ ചെയ്താൽ ഉടനെ അടുത്ത നന്മയിലേക്ക് നമ്മൾ വ്യാപൃതരാവണം കഴിയുന്നതും. എന്നിട്ട് ആ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ മരണം ഇത്ര വലിയ സംഭവമായി മാറുന്നത്, ഇത്ര വലിയ ഗൗരവമുള്ളതായി മാറുന്നത്? അതാലോചിച്ച് നോക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ 50 വർഷം ജീവിച്ചവനും 60 വർഷം ജീവിച്ചവനും 1 വർഷം ജീവിച്ച കുട്ടിയും കൗമാരത്തിൽ മരിച്ചവനും ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അത്രയും ജീവിച്ച ആളുകളൊക്കെ മരിക്കാൻ എത്ര സമയം മതി? മിനിറ്റുകൾ മതി. ആ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആ സമയമുണ്ടല്ലോ, ആ ഒരു പ്രത്യേക സമയം, അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരു നിമിഷം, അത് ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് മരണം ഇത്ര ഗൗരവമുള്ളതാവുന്നത്. കടലിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരെന്ന് മനുഷ്യർ വാദം പറയാറുണ്ട്. ചന്ദ്രനെയും ഗോളങ്ങളെയും സൂര്യനെയും ഒക്കെ തങ്ങൾക്ക് അതീതമാക്കി എന്ന് മനുഷ്യർ അഹങ്കാരത്തോടുകൂടി പെരുമ നടിക്കാറുണ്ട്. എന്നാൽ ഈ വാദങ്ങളും ഈ അഹങ്കാരങ്ങളും എല്ലാം കൊണ്ടു നടന്ന ശാസ്ത്രജ്ഞന്മാരും ഈ അഹങ്കാരവും പേറി ജീവിച്ച ചക്രവർത്തിമാർ പോലും എല്ലാവരും വിനയാന്വിതരായി മരണത്തിന്റെ മുമ്പിൽ വീണുപോയിട്ടുണ്ട് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ലോകത്തിന്റെ ഒരു ഭാഗം മുതൽ മറ്റു ഭാഗം വരെ ഭരിച്ചിരുന്ന അത്രമേൽ വലിയ വീരശാലിയായ ആളായിരുന്നു അലക്സാണ്ടർ. ലോകം ദി ഗ്രേറ്റ് എന്ന് വാഴ്ത്തിയ ആളാണ് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം മരണപ്പെടുമ്പോൾ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ തന്റെ ഭടന്മാരോട് അദ്ദേഹം അവസാനമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ വസിയത്ത്, ആഗ്രഹം എന്തായിരുന്നു? ഞാൻ മരണപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ആ ഖബറിൽ നിൽക്കും, അല്ലെങ്കിൽ ആ പെട്ടിയിൽ നിൽക്കുന്ന സമയത്ത് എന്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്കാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കണ്ട ഭൂമി മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ പോലും രോഗം ബാധിച്ച് ഞാൻ അവശനായി കിടക്കുമ്പോൾ എന്റെ സ്വന്തം അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നെ കാണാൻ. പക്ഷേ ഇതാ വൈദികർ പറയുന്നു, അമ്മ അവിടെ എത്തുന്നതിന്റെ മുമ്പ് ഞാൻ മരണപ്പെടുമെന്ന്. സ്വന്തം അമ്മയെ ഒന്ന് കാണാൻ പോലും കഴിയാതെയാണ് 1
ഒന്നും നേടാതെയാണ് ഈ അലക്സാണ്ടർ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് എന്ന് ലോകമറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോലും മരണത്തിന് കീഴടങ്ങിയത്. നമ്മൾ ആലോചിക്കണം, ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സത്യവുമായി ആ മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം അത് വല്ലാത്തൊരു നിമിഷമാണ് സുഹൃത്തുക്കളെ. അതിൽ നിന്ന് കുതിരയോടാൻ, അതിൽ നിന്ന് ചാടിപ്പോവാൻ ആർക്കും തന്നെ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനമാണ്, മനുഷ്യരാശിയുടെ ഒരു അവധിയാണ് മരണമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, മരണം ഒരു വേർപാടാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണ് മരണത്തെ പ്രയോഗിച്ചിട്ടുള്ളത്. മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഇനി ആശ്വസിപ്പിക്കാൻ ഒരു കൈകളും ഉണ്ടാവുകയില്ല. അത്രയും നാൾ എന്നെ ആശ്വസിപ്പിച്ച കൈകൾ ഇനി ഉണ്ടാവുകയില്ല. ഇനി ഞാൻ അങ്ങോട്ടൊറ്റക്കാണ് എന്ന തിരിച്ചറിവ് അവന് വരും. വേർപാടാണ് സുഹൃത്തുക്കളെ, വേർപാടാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇത്രയും കാലം ജീവിച്ച ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോകുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ ഒരുപാട് വർഷം ഉപയോഗിച്ച ഒരു വണ്ടി അല്ലെങ്കിൽ ഏതൊരു സാധനമാവട്ടെ, അത് ഉപയോഗിക്കാൻ കഴിയാതാവുമ്പോഴാണ് നമ്മളത് കൊടുക്കുക. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകൾ പരതും ആ വണ്ടി എവിടെ എന്ന്. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യനൊന്നും വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവനിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിട്ടേച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അവസാനമായി പടിയിറങ്ങുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഇണ നമ്മളങ്ങ് മരണപ്പെട്ട് അവരുടെ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞാൽ അവർക്ക് വേറെ ആളെ വിവാഹം ചെയ്യാം. നമ്മളുടേതാണെന്ന് കരുതിയ ആൾ മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്നു. നമ്മൾ വിയർപ്പൊലിച്ചുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ സ്വത്തുക്കൾ, അതിനി നിങ്ങൾക്ക് അവകാശമില്ല ബാപ്പ ഉമ്മ, ഇനി ഞങ്ങളാണ് അതിന്റെ അവകാശികളെന്ന് നമ്മുടെ മക്കൾ പറയാതെ പറയുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ? മക്കൾ പറയാതെ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് അതിൽ അവകാശമില്ല, നിങ്ങളുടെ അവകാശം ആറടി മണ്ണ് അത് അവിടെ ഉണ്ട്, ഇനി ഞങ്ങളാണ് അതിന്റെ അവകാശികളെന്ന് അവർ പറയാതെ പറയുന്നു. നിന്റെ മക്കളും നിന്റെ സമ്പത്തും നിനക്ക് നൽകിയിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കൾ മാത്രമാകുന്നു. തീർച്ചയായും ഈ സൂക്ഷിപ്പ് സ്വത്തുക്കളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് മടങ്ങേണ്ട ഒരു ദിവസം തീർച്ചയായും വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കായിരുന്നു നിങ്ങളെ ഞാൻ ജനിപ്പിച്ചത്, അതുപോലെ നിങ്ങൾ ജനിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വന്നു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ ഒറ്റക്കൊറ്റക്ക് കൊണ്ടുവരും മഹ്ശറയിലേക്ക്. എന്നിട്ട് നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ നേടിയതുമെല്ലാം പുറകിൽ വലിച്ചിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ വരുന്നൊരു രംഗമുണ്ട്. അതിന്റെ ആദ്യ പടിയാണ് മരണമെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കാത്ത ഒരു മേഖലയാണ് പലപ്പോഴും ഇത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ പറഞ്ഞില്ലേ, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നമ്മുടെ മരണമുണ്ട് എന്ന് പറയുമ്പോഴും മനുഷ്യരാശിയുടെ ചിന്തകൾ അവിടെയൊന്നുമല്ല, ദുനിയാവിലാണ് നമ്മുടെ ചിന്ത. അതാണ് നമ്മുടെ പ്രശ്നവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ദുനിയാവ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി നീ മാറ്റരുതേ. ദുനിയാവ് വേണം, പക്ഷേ ലക്ഷ്യമാവരുത്. ലക്ഷ്യം ആഖിറമാണ്. അങ്ങനെയാണെങ്കിൽ ദുനിയാവ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് കളയാൻ പാടില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അറിയുന്ന ആയത്താണ്, കേട്ട ആയത്താണ്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും.
ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നത് അവരാണ് അവരാണ് ഏറ്റവും വലിയ വിജയം നേടിയവർ. മറ്റൊരു സ്ഥലത്ത് ദുനിയാവിന്റെ നിരർത്ഥക എത്രത്തോളം ഉണ്ട് എന്ന് അല്ലാഹു കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു ആയത്താണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റെന്താണ്? നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ്. ചെറുപ്പത്തിൽ വിചാരിച്ചു കളിയാണ് വലുത്, അങ്ങനെ കുറെ കളിച്ച് സമയം കളഞ്ഞു. കൗമാരത്തിൽ വിചാരിച്ചു ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനും ഹറാമുകളിൽ നടക്കാനും അതുപോലെ തന്നെ ആസ്വദിച്ചു തീർക്കാനുള്ളതാണ് എന്ന് വിചാരിച്ച് കുറെ അനുരാഗത്തിലും ആസ്വാദനത്തിലും കൗമാരം കൊണ്ട് കളഞ്ഞു. മധ്യവയസ്കനായ സമയത്ത് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പം വിചാരിച്ചു പണവും മക്കളുമാണ് വലുത് എന്ന് വിചാരിച്ച് കുറെ അതിന്റെ വഴിയേക്കും ഓടി, മക്കൾക്കും പണത്തിനും വേണ്ടി ഓടി. അവസാനം അതൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ളതായിരുന്നു ഏറ്റവും നല്ലത്. അതിനു വേണ്ടിയായിരുന്നു ഞാൻ പ്രവർത്തിക്കേണ്ടത്. എന്റെ ശൈശവും എന്റെ കൗമാരവും എന്റെ ജീവിതത്തിന്റെ സന്ധ്യയും ഞാൻ ഉപയോഗിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അതുകൂടിയാണ് മരണത്തിന്റെ നിമിഷം എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരുങ്ങി നിന്നോളൂ, മരണത്തിന് വേണ്ടി യാത്രക്കായി ഒരുങ്ങി നിന്നോളൂ. യാത്രാ വിഭവങ്ങൾ റെഡിയാക്കിക്കൊണ്ടു. ഏതാണ് ഏറ്റവും നല്ല യാത്രാ വിഭവം? തഖ്വ. അത് തഖ്വയാകുന്നു. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നല്ല വാഹനവും കുറച്ച് പണവും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തഖ്വയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി കുറച്ചൊക്കെ ഞാൻ അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ഹറാമുകളിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. എന്റെ വേദനിക്കുന്ന പണത്തിൽ നിന്ന് ഞാൻ ദീനിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ടെൻഷനിൽ കുറച്ചെല്ലാം ദീനിനു വേണ്ടിയായിരുന്നു. ഞാൻ മാറ്റിവെച്ച സമയങ്ങളിൽ ഞാൻ ഒഴുക്കിയ വിയർപ്പിൽ ചിലതെല്ലാം എന്റെ റബ്ബിന് വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരാശ്വാസമുണ്ട് മരണം വന്നാലും. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങി നിൽക്കണം. എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയുകയില്ല. തഖ്വ കൊണ്ട് നമ്മൾ ഒരുങ്ങി നിൽക്കാൻ സാധിക്കണം. പക്ഷേ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ 2 കൂട്ടം ആളുകളെ കുറിച്ച് പറയാതെ നമുക്ക് നിർവാഹമില്ല. സൂഉൽ ഖാത്തിമ, ഏറ്റവും മോശം പര്യവസാനം ലഭിക്കുന്ന 2 ആളുകൾ, ഏറ്റവും മോശം മരണം കിട്ടുന്ന 2 ആളുകൾ. അവരെക്കുറിച്ച് പറയാതെ അറിയാതെ നമ്മൾ മരണത്തെക്കുറിച്ച് നിർത്താതെ നിർവാഹമില്ല. ആരാണ് ആദ്യത്തെ കൂട്ടർ? നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യനാണ്. മനുഷ്യനെ അല്ലാഹു ദുർബലമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തിന്മകളിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ വ്യക്തിയുടെ പ്രശ്നം എന്താണ്? ജീവിതത്തിൽ എങ്ങനെയോ എവിടെ വെച്ചോ ഒരു തിന്മ അവന്റെ ഭാഗത്ത് കൂടി, അവന്റെ കൂടെ ഒരു തിന്മ വന്നുപെട്ടു. അവൻ ആ തിന്മ കടിമയായി. അതാ ജീവിതത്തിൽ നിന്ന് ആ തിന്മ മാറ്റാനുള്ള എത്രയോ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. വഅവായിട്ട് കൊടുത്തു, ഖുർആൻ ക്ലാസ് ആയിട്ട് കൊടുത്തു, സാരോപദേശമായി കൊടുത്തു, സ്റ്റാറ്റസ് ആയി കൊടുത്തു. അത് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ, അത് ഏത് രംഗത്താണെങ്കിലും ഹറാമ് മാറ്റാൻ എല്ലാ അവസരങ്ങളും അവന് കൊടുത്തിട്ടു. ആ ഹറാമുകളിൽ നിന്ന് മാറാതെ ആ ഹറാമുകളിലായി മരണപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെക്കാൾ നിർഭാഗ്യവാന്മാർ മറ്റാരും ലോകത്തില്ല. ആലോചിച്ച് നോക്കൂ, തിന്മ ചെയ്യുമ്പോൾ തിന്മയിലായി ഒന്ന് തൗബ പോലും ചെയ്യാൻ അവസരം ലഭിക്കാത്തൊരു മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ എത്ര വലിയ ഹതഭാഗ്യമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. രണ്ടാമത്തെ ഹതഭാഗ്യം, രണ്ടാമത്തെ ദൗർഭാഗ്യം എന്താണ്? ആ വിഭാഗക്കാരാരാണെന്നറിയോ സുഹൃത്തുക്കളെ? സ്വർഗമാക്കി മാറ്റാൻ കഴിയുന്ന എല്ലാവിധ അവസരങ്ങളും അല്ലാഹു കൊടുത്തു. അവന് ചെറുപ്പത്തിൽ കുറച്ച് ആരോഗ്യം കൊടുത്തു. ഒരു വിയർപ്പിന്റെ തുള്ളിയെങ്കിലും അവൻ ദീനിനു വേണ്ടി ചിലവഴിക്കുമോ എന്നറിയാൻ ഒന്നും ചിലവഴിച്ചില്ല. പോട്ടെ, പ്രായമായപ്പോൾ കുറച്ച് പണം കൊടുത്തു നോക്കി.
വേദനിക്കുന്ന ഒരു രൂപയെങ്കിലും അവൻ നന്മക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് അല്ലാഹു വിചാരിച്ചുകൊണ്ട് കൊടുത്തു. അവൻ ചെലവഴിച്ചില്ല. അങ്ങനെ ഒരു വിയർപ്പിന്റെ തുള്ളി പോലും ചിലവാക്കാതെ, ഒരു രൂപ പോലും ദാനധർമ്മം ചെയ്യാതെ, പണമെണ്ണി എണ്ണി ഇതിന് ഭൂതസ്ഥാനം പോലെ ഇതിന് കാവലിരുന്ന് അവസാനം അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾ. അതാണ് ഹതഭാഗ്യം. രണ്ടാമത്തെ ഹതഭാഗ്യം. നമ്മൾ ചിന്തിക്കണം, ഞാനിതിൽ പെട്ടുപോവാൻ സാധ്യതയുണ്ടോ എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ തിരുത്തേണ്ടിടത്ത് നമ്മൾ തിരുത്തൽ കൊണ്ടുവരണം സുഹൃത്തുക്കളെ. കാരണം ഇത് ചെറിയ സംഗതിയല്ല. മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവധിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ ലോകമാണ്. അവിടേക്ക് ഒരു നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരമില്ല. ഇവിടെ എന്താണോ ചെയ്തത് അതവിടെ കാണാം. തിന്മ ചെയ്താൽ തിന്മ കാണാം, അതിന്റെ ശിക്ഷ കാണാം. നന്മ ചെയ്താൽ ആ നന്മയുടെ സുഖം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാറാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. റമളാനിനെ കുറിച്ചും റമളാൻ എത്ര വലിയ അവസരമായിരുന്നു എന്നതിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഖുത്ബയിൽ ശ്രവിച്ചത്. കേട്ടതിലുപരി അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ദുനിയാവിൻ്റെ ആളുകളല്ല. ദുനിയാവിന് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ദുനിയാവിൻ്റെ ആളുകളല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? നമ്മുടെ മരണമാണ്. നമ്മൾ മരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ദുനിയാവിന് വേണ്ടി അല്ല അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്നതിൻ്റെയുള്ള തെളിവാണ്. ദുനിയാവിൽ അന്നൊന്നും ജീവിക്കുമാണെങ്കിൽ, ദുനിയാവിൻ്റെ ആളുകളായിട്ടാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മൾ മരിക്കില്ലല്ലോ. ആഖിറമാവട്ടെ വൽ-ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ എന്നൊന്നും നിലനിൽക്കുന്നതുമാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറ്റാതെ നമുക്ക് ജീവിതത്തിൽ മാറാൻ സാധിക്കുകയില്ല. ഈ മരണത്തിന്റെ കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയുണ്ട്. ചില ആളുകളെ കുറിച്ച് ചില ആളുകൾ വിചാരിക്കാൻ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ഭർത്താവിനെ കുറിച്ച് ഭാര്യ വിചാരിക്കുന്നു, ഇയാളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും. ഭാര്യയെക്കുറിച്ച് ഭർത്താവ് വിചാരിക്കുന്നു, ഇവളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും. നൊന്തു പ്രസവിച്ച മക്കളെക്കുറിച്ച് പോലും ചില മാതാപിതാക്കൾ വിചാരിക്കുന്നു, ഇവനല്ലെങ്കിൽ ഇവളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും. നമ്മളെല്ലാവരും പലപ്പോഴും മറന്നു പോകുന്ന മറ്റൊരു സംഗതി കൂടിയാണ്, ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ ആളുകൾ എന്ത് പറയും? ചോദ്യമല്ലേ? ഓ മരിച്ചല്ലോ എന്നൊരാളുടെ മനസ്സിലെങ്കിലും അകാരണമായൊരു ചിന്തയെങ്കിലും വന്നാൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് മയ്യത്തുകൾ റസൂലിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുസ്തരീഹ്, ആദ്യത്തെ മയ്യത്തിനെ കുറിച്ച്. രണ്ടാമത്തെ മയ്യത്തിനെ കുറിച്ച് പറഞ്ഞു മുസ്തറാഹ് എന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, റസൂൽ എന്താണ് ഈ മുസ്തരീഹ് മുസ്തറാഹൊക്കെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യത്തെ വ്യക്തി മുസ്തരീഹ് അൽ മുഅ്മിൻ യമൂത്, ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. എന്തിൽ നിന്ന്? ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഔസാബിൽ നിന്നും ദുനിയാവിന്റെ സകലമായ കഷ്ടപ്പാടുകളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. ഒരു പുതുമണവാളനെ പോലെ അവനെ ഖബറിന് സമാധാനമായി ഉറങ്ങാം എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു രണ്ടാമത്തത് മുസ്തറാഹ് വൽ കാഫിർ വൽ ഫാസിഖ്, അല്ലെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാതെ മരണപ്പെട്ടു പോയൊരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു. ആര്? നാട് രക്ഷപ്പെട്ടു, വീട് രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എത്രത്തോളം പറഞ്ഞു? കന്നുകാലികളും പക്ഷികളും വരെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ആലോചിക്കേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? മറ്റാരാളുടെ മനസ്സിൽ നമ്മളെ ഏൽപ്പിച്ച മുറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കൂലേ, മരണപ്പെട്ടല്ലോ, സമാധാനമായി. അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം മുഅ്മിനിന്റെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് എങ്ങനെയാണ്? മദീനത്തെ മൺകരികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതികൾ റസൂൽ കേട്ടിരുന്നു എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകേണ്ട വ്യക്തിയാണ്. നമ്മളുണ്ടാവണം ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ മുമ്പിൽ. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ പറയണം, അദ്ദേഹമാണ് ഞങ്ങൾക്കിത് നൽകിയത്, അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അത് പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ. സൽസ്വഭാവത്തോടുകൂടി സമൂഹത്തിൽ ഇടപെടേണ്ടവരാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ നിലയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ പരിവർത്തിക്കുക. 50-100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ജീവിച്ചിരിക്കില്ല. ആരും നമ്മളെക്കുറിച്ച് ഓർക്കുകയുമില്ല. അവിടെ നമ്മളെക്കുറിച്ച് ആളുകൾ ഓർക്കാൻ ആളുണ്ടാവണമെങ്കിൽ നമ്മൾ നൽകിയ സദഖകൾ ഓർത്ത ആളുകൾ നമ്മളെ അങ്ങ് ഓർക്കും, നമ്മളെക്കുറിച്ച് നല്ലത് പറയും. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു. ഇവിടെ നിന്ന് പഠിച്ചു നോക്കിയാൽ ഒരടി കേൾക്കാം. നമ്മുടെ ബീറ്റ് എന്താണത് ഓർമ്മിപ്പിക്കുന്നത്? മരണത്തെക്കുറിച്ചാണ്. ഓരോ ബീറ്റ് കഴിയുമ്പോഴും ഓരോ സമയം അവസാനിച്ചിരിക്കുന്നു. ഓരോ കാലടിയും നമ്മൾ വെക്കുന്നത് ഖബറിലേക്കാണ് എന്ന് നിരന്തരം ഇത് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുക, മാറുക, മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സൂഉൽ ഖാത്തിമയിൽ നിന്ന്, മോശം പര്യവസാനത്തിൽ നിന്ന്, മോശം മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാർ, കുടുംബക്കാർ, അതുപോലെ തന്നെ രോഗികൾ, പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ നാഥ. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലിയിലും നീ റഹ്മത്തും ബറക്കത്തും ചൊരിഞ്ഞ് നൽകണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أجرنا من النار وأجر والدينا من النار. اللهم أجرنا من النار وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين